ഇന്നത്തെ അറിയിപ്പുകൾ. രാജ്യത്തെ മൊബൈൽ പ്ലാനുകളുടെ നിരക്ക് കുത്തനെ ഉയർന്നേക്കും. 4 മാസത്തിനുള്ളിൽ വർധന ഉണ്ടാകുമെന്ന് റിപ്പോർട്ട്. ജൂണിൽ പുതിയ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിൽ എയർടെൽ മുന്നിൽ. റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നിവരാണ് നിരക്ക് കൂട്ടാൻ ഒരുങ്ങുന്നത്. അടുത്ത 4 മാസത്തിനുള്ളിൽ വർധന ഉണ്ടാകുമെന്നാണ് സെൻട്രൂം റിപ്പോർട്ട്. 15% വർധന ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 28 ദിവസത്തെ പ്ലാനിന് നിലവിൽ 349 രൂപയാണ് നൽകുന്നതെങ്കിൽ അത് 389 രൂപയായി ഉയരും. 899 രൂപയുടെ പാക്കിന് 1007 രൂപയും 3599 രൂപയുടെ പാക്കിന് 4031 രൂപയും നൽകേണ്ടിവരും. കഴിഞ്ഞ മാസം തന്നെ ഇതു സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. അതേസമയം ജൂൺ മാസത്തെ പുതിയ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിൽ ജിയോ, വി ഐ എന്നിവയെ മറികടന്ന് എയർടെൽ മുന്നിലെത്തി. 2.98 മില്യൺ വയർലെസ് സബ്സ്ക്രൈബേഴ്സിനെ എയർടെൽ ചേർത്തെന്നാണ് ട്രായ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ കോഫി ഹൗസുകളിൽ ജനറൽ വർക്കർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘത്തിന് കീഴിലെ കോഫി ഹൗസുകളിലാണ് നിയമനം. ആകെ 600 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 18 മുതൽ 30 വയസ്സുവരെ പ്രായപരിധിയുള്ളവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 5 വർഷവും മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കും. പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ESI, മറ്റ് ആനുകൂല്യങ്ങളും എന്നിവ ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ രജിസ്ട്രേഡ് തപാലിൽ അയക്കണം. പ്രസിഡന്റ്, ഇന്ത്യൻ കോഫി ബോർഡ് തൊഴിലാളി സഹകരണ സംഘം ലിമിറ്റഡ്, നമ്പർ 4227, ഹെഡ് ഓഫീസ് വെളിയന്നൂർ, തൃശൂർ എന്ന വിലാസത്തിലാണ് അപേക്ഷകൾ അയക്കേണ്ടത്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 13. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ. വെള്ളപ്പൊക്കത്തിന്റെ വ്യാപ്തി വിലയിരുത്തി മുഖ്യമന്ത്രി VD സതീശൻ പത്തനംതിട്ടയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്ത പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ മുഖ്യമന്ത്രി VD സതീശൻ സന്ദർശിച്ചു. എല്ലാ സ്ഥലത്തും ആവശ്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾക്കായി 2 ഹെലികോപ്റ്ററുകൾ സജ്ജമാണ്. NDRF സംഘത്തെയും പോലീസിനെയും ഫയർഫോഴ്സിനെയും എല്ലാ സ്ഥലത്തും നിർത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മേഖലകളിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പുഴയിലെ മാലിന്യങ്ങൾ വന്നടിഞ്ഞു മണ്ണും മാറ്റാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പത്തനംതിട്ടയിലെ ആറന്മുള, റാന്നി, തിരുവല്ല, അടുമ്പട തുടങ്ങിയ മേഖലകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അപ്പർ കുട്ടനാട് പ്രദേശത്തും MC റോഡിലും വെള്ളക്കെട്ട് തുടരുകയാണ്. തിരുവല്ലയിൽ മാത്രം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 6000-ലേറെ പേരാണ് ഉള്ളത്. ചാത്തങ്കഴി ഉൾപ്പെടെ അപ്പർ കുട്ടനാട് മേഖലയിലെ ക്യാമ്പുകളിൽ വെള്ളം കയറുന്നുവെന്ന് തിരുവല്ല MLA വർഗീസ് മാമൻ പറഞ്ഞു. സുരക്ഷ മുൻനിർത്തി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ചുരം വഴിയുള്ള യാത്രകൾക്കും നിയന്ത്രണങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് കേന്ദ്ര പിന്തുണ തേടി കേരളം. വിശദമായ പദ്ധതി റിപ്പോർട്ട് ഇല്ലാത്തതിനാൽ തീരുമാനം നീളുമെന്ന് കേന്ദ്രം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേന്ദ്രീകരിച്ച് കേരളത്തെ തുറമുഖാധിഷ്ഠിത സാമ്പത്തിക മേഖലയായി വികസിപ്പിക്കണമെന്ന ആവശ്യവുമായി കേരള മുഖ്യമന്ത്രി സമർപ്പിച്ച നിവേദനം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ രാജ്യസഭയെ അറിയിച്ചു. നിർദ്ദിഷ്ട പദ്ധതികളുമായി ബന്ധപ്പെട്ട സാധ്യതാ പഠന റിപ്പോർട്ടുകളോ വിശദമായ പദ്ധതി അവലോകന രേഖയോ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല. അതുകൊണ്ട് സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്നതിലോ സമയപരിധി നിശ്ചയിക്കുന്നതിലോ ഈ ഘട്ടത്തിൽ ഉറപ്പു നൽകാൻ കഴിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവസാനഘട്ട റെയിൽ കണക്ടിവിറ്റി, അടിസ്ഥാന സൗകര്യങ്ങൾ, സീഫുഡ് പ്രോസസിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി പ്രധാനമന്ത്രി ഗതിശക്തി, സാഗർമാല, നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസി, ബ്ലൂ ഇക്കോണമി, മാരിടൈം, അമൃതകാൽ വിഷൻ 2047 എന്നീ പദ്ധതികൾക്ക് കീഴിൽ പിന്തുണ വേണമെന്നാണ് സംസ്ഥാനം സമർപ്പിച്ച നിവേദനത്തിലുള്ളത്. വിഴിഞ്ഞം തുറമുഖത്തെ കൊച്ചി തുറമുഖം, ദേശീയ ജലപാത 3, കേരളത്തിലെ മറ്റ് ചെറു തുറമുഖങ്ങൾ, സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ, ദേശീയ റോഡ് റെയിൽ ശൃംഖല എന്നിവയുമായി സംയോജിപ്പിച്ച് ഏകോപിപ്പിച്ച മൾട്ടി മോഡൽ ലോജിസ്റ്റിക് ശൃംഖല സ്ഥാപിക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കൃത്യമായ പഠന റിപ്പോർട്ടുകളില്ലാത്തതിനാൽ പദ്ധതിക്ക് നിലവിൽ തുക വകയിരുത്താനോ പൂർത്തീകരണ സമയപരിധി പ്രഖ്യാപിക്കാനോ കഴിയില്ലെന്നും മന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.